തമിഴ്നാട് സേലം റൂട്ടിൽ ഉള്ളൊരു പെട്രോൾ പമ്പാണിത്. ഇതൊരു പൊതു അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്കെത്ര പേർക്കറിയാം ഈ പെട്രോൾ പമ്പിൽ ബാത്റൂം പൊതുജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തരേണ്ടിയ ഒരു നിയമമുണ്ട്. ആ ബാത്റൂം ഉപയോഗിക്കാനുള്ള ടാക്സും കൂടാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വൃത്തികെട്ട ഒരു ബാത്റൂം കാണും. ബാക്കി 2 എണ്ണം അവന്മാർ ലോക്ക് ചെയ്തിട്ടേക്കും. അവന്മാർക്ക് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. നമ്മൾ ചോദിച്ചാലും അത് അവന്മാർ തുറന്നു തരാറില്ല. പക്ഷേ നല്ല വൃത്തിയും വെടുപ്പുമായിരിക്കണം ബാത്റൂമുകൾ. അങ്ങനെ നിയമമുണ്ട്. അവന്മാരത് ലോക്ക് ചെയ്തിടാം. അവന്മാർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് അത് ലോക്ക് ചെയ്തിടാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പെട്രോൾ പമ്പ് ഒന്ന് കണ്ടേ. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിതുവഴി പോകുമ്പോൾ ഈ പെട്രോൾ പമ്പിൽ കയറിയാണ് രാവിലെ എൻ്റെ പ്രഭാത പരിപാടികളൊക്കെ ചെയ്തു പോകാറുള്ളത്. നല്ല വൃത്തി, നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റിനെക്കാട്ടിലും നല്ല വൃത്തിയിൽ ഇവർ ഇത് ബാത്റൂം മെയിൻറ്റെയിൻ ചെയ്താണ് ഇടുന്നത്. ഒരാളെ ഇതിനു വേണ്ടി അങ്ങ് ഇവർ നിർത്തിയിരിക്കുകയാണ്. അത് ഒരു 15 മിനിറ്റ് ഇടവിട്ട് ആ ആൾ ഇതിൻ്റെ അകത്ത് കയറി ഈ ബാത്റൂം ഇവർ ക്ലീൻ ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ചോദിക്കത്തില്ല. നമ്മൾ സ്ത്രീകളുമായിട്ടൊക്കെ ഒരു പെട്രോൾ പമ്പിൽ ചെന്നാൽ ഇവന്മാർ വേറും ചിലയിടത്തുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റിലയൻസ് പോലെയൊക്കെയുള്ള പമ്പുകൾ വന്നപ്പോൾ വളരെ നല്ല നീറ്റായ രീതിയിൽ ഉള്ള പെട്രോൾ പമ്പുകളുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് സൗകര്യം കണ്ടോ. 1, 2, 3, 4 ബാത്റൂം, യൂറിയം പാസിങ് ചെയ്യാനുള്ള സ്ഥലം. ഇതിൻ്റെയൊക്കെ വൃത്തി കണ്ടോ, എത്ര വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ കാശാണ്. നമുക്ക് ഇവന്മാരൊക്കെ ചോദിക്കാനുള്ള റൈറ്റുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഏത് പെട്രോൾ പമ്പിൽ ചെന്നാലും നിങ്ങളുടെ അവകാശമാണ് നിങ്ങളവിടെ കയറി. വൃത്തിയില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ബോർഡ്, അത് റിലയൻസിൻ്റെയൊക്കെ ഉണ്ട്. ആ നമ്പർ എടുത്തിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇത് നമ്മുടെ മുതലാണ്. നമ്മുടെ ടാക്സിൽ നിന്ന് ഈ ടോയ്ലറ്റ് കെട്ടാനായിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കണം.